ഹായ് ഫ്രണ്ട്സ്. ശരിക്കും പെട്ടുപോയെന്നു പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞുവരുന്നത് തലൈവരുടെ കൂലി കണ്ട അവസ്ഥയാണ്. വിക്രം കണ്ടതിനുശേഷം ഒരു സൂപ്പർസ്റ്റാർ വന്നു തന്നെ വച്ച് അടുത്ത പടം ചെയ്യണം എന്ന് പറയുമ്പോൾ ഏതൊരു ഡയറക്ടറാണ് ഇല്ല എന്ന് പറയുക? തന്റെ മറ്റു സിനിമകളുടെ വർക്കിൽ ഇരിക്കുമ്പോൾ രജനിയുടെ ആഗ്രഹപ്രകാരം മാത്രം അങ്ങേരെ വച്ച് പടം ചെയ്യാനായി ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൈദി പോലുള്ള വമ്പൻ പ്രൊജക്ട് മാറ്റിവച്ച് ഇതുപോലെ ഉള്ള അവതാരം ചെയ്യേണ്ടിവരുന്നു. അത് അവസാനം കരിയറിൽ തന്നെ വലിയൊരു ബ്ലാക്ക് മാർക്ക് ആയി മാറി എന്ന് പറയാം. അപരാധം എന്നല്ല പറയേണ്ടത്, ഒരു മൾട്ടി സ്റ്റാർ അപരാധം. സൺ പിക്ചേഴ്സിന് മുടക്കുമുതൽ എന്തായാലും തിരികെ കിട്ടും, അത് ഉറപ്പാണ്. കമൽ ഹാസൻ തന്റെ ഫാൻ ബോയെ വെച്ച് രജനിക്ക് കൊടുത്ത പണിയാണോ എന്ന് തോന്നിപ്പോയി. സൗബിന് ഒരു മുഴുനീള റോൾ ആണ്, കുഴപ്പം ഇല്ലാതെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. നാഗാർജുന വിന്റേജ് ലുക്ക് കിടു ആയിരുന്നു. അമീർ ഖാൻ നല്ല കിടിലൻ ലുക്ക് ആയിരുന്നു. പക്ഷേ എന്തിനാണ് ഈ ക്യാരക്ടർ എന്ന ചോദ്യം ബാക്കി. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പെട്ടെന്ന് തലൈവരുടെ കഴിഞ്ഞ കാലം കാണിക്കാൻ ഉള്ള തത്രപ്പാടിൽ ആയിരുന്നു ഡയറക്ടർ എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഫ്ലാഷ് ബാക്ക് കൊള്ളാം. ആകെ ഇഷ്ടം ആയത് ഫ്ലാഷ് ബാക്ക് സീനുകളും ബിഗ് സ്ക്രീനിൽ മോണിക്ക സോങ്ങും മാത്രമാണ്. ലോകേഷ് 2 കൊല്ലം എഴുതിയുണ്ടാക്കിയ അപരാധ സ്റ്റോറി എന്ന് തന്നെ പറയേണ്ടിവരും. ഒരു ബിലോ ആവറേജ് ഫീൽ നൽകിയ സിനിമ.